ഹായ്! നമുക്കൊരു ക്രിസ്പി ആയ ഒരു പഴംപൊരി ഉണ്ടാക്കിയാലോ? അതായത് ബ്രെഡ് ക്രംസും മുട്ടയും കൂടി ചേർത്തിട്ടുള്ള ഒരു അടിപൊളി പഴംപൊരി. അതെങ്ങനെ ഉണ്ടാക്കും നമുക്ക് നോക്കിയാലോ? അതിനായി ഞാനിവിടെ ഒരു 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 3 ടീസ്പൂൺ ഷുഗർ ചേർത്ത് കൊടുക്കാം. ഇനി അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ ഒരു 1.5 ടീസ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്ത് നമുക്കൊന്ന് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് പഴം. അപ്പം ഇത് നല്ലോണം കറുത്ത പഴമാണ്. അപ്പം അതൊന്ന് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പഴംപൊരിക്കൊക്കെ കട്ട് ചെയ്യുന്നില്ല, അതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ പഴവും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആദ്യം മൈദപ്പൊടിയിൽ ഒന്ന് മുക്കിയെടുക്കാം. എന്നിട്ട് പിന്നെ അത് മുട്ടയിലേക്ക് നമുക്കൊന്ന് മുക്കിയെടുക്കാം. പിന്നെ ബ്രെഡ് ക്രംസിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫുള്ളായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ എല്ലാം ചെയ്തെടുക്കുക. അല്ലാണ്ട് നമ്മൾ മൈദയൊക്കെ കലക്കിയിട്ടല്ലേ പഴം പൊരിക്കാൻ. അപ്പോൾ അതിന് പകരം ഇങ്ങനെ ചെയ്താൽ നല്ല ടേസ്റ്റാണ്, നല്ല ക്രിസ്പി ആയിട്ടും കിട്ടും. അപ്പം ഞാനെല്ലാം ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. അപ്പം ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടായി വന്നാൽ നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഫ്ലെയിം നല്ലോണം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ഇതുണ്ടാക്കിയെടുക്കാൻ. ഒന്നാമത് ബ്രെഡ് ക്രംസ് ആയതുകൊണ്ട് വേഗം കരിഞ്ഞു പോകും, അതുകൊണ്ടാണ് ഫ്ലെയിം കുറച്ച് വെക്കാൻ പറയുന്നത്. ഇനി നമുക്കിതൊന്ന് തിരിച്ചും മറിച്ചിട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയറും ചെയ്യണേ. അതേപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പം നല്ലോണം ഒന്ന് പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതെല്ലാം കൂടി നമുക്ക് ഇതേപോലെ തന്നെ പൊരിച്ചെടുക്കാം. അതേപോലെ തന്നെ നോമ്പൊക്കെ അല്ലേ വരുന്നത്, അപ്പം നമുക്ക് വേഗം ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്സാണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ ഇതിന് കമൻറ്റും ഒന്ന് ചെയ്യണേ. ഇത് എങ്ങനെ ഉണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ടൊന്ന് കമൻറ്റും കൂടി ചെയ്യാം. അപ്പോൾ ന്യൂ വീഡിയോ ആണ് കേട്ടോ, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ.